Hindustan Scouts and Guides organized syllabus camp in various part of the Kerala. This is Trivandrum zone. We organized Drupad camp, which is the third level for the Scouts and Guides. I am K.S. Chauhan, National Organizing Commissioner from Gujarat. We organize under the banner of Hindustan Scouts and Guides Kerala. Here almost 77 Scouts and Guides are selected for Drupad from different schools like Jawahar Public School, Christ Nagar School, then MGM School, Sri Narayana Vidyalaya and Sri Sri Academy Kollam. These all are the leading school of Trivandrum district, and we have given the training for 1 year. After 1 year this test comes. So I congratulate all the school principal for their supporting to Hindustan Scouts and Guides. I thanks to Father Principal of Jawahar Public School for hosting this camp, and I thanks my colleague Mohammad Sahal, Sabira, Swamiji, Minakshi and all the other trainers who participated this camp. A special thanks to Praveen, who is the coordinator of this camp from MGM School. I thanks Adi Sankara College who sent the volunteers, Rovers and Angels with Jawahar Rovers and Angels, those who help children to succeed this camp. Finally, I thanks to one and all the parents of the Scouts and Guides, those who have believed of scouting activity and they are promoting their children to become a good citizen of India. So finally, I thanks each and one of the parent, participants and the colleague for making this camp success. Thank you. Jai Hind. ജവഹർ പബ്ലിക് സ്കൂളിൽ വെച്ച് തിരുവനന്തപുരം സോണിൻ്റെ കൊല്ലം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റുകളിലെ കുട്ടികളുടെ മൂന്നാമത്തെ ലെവലായ ദ്രുപദ് ടെസ്റ്റിംഗ് ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. 5 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പരീക്ഷയ്ക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ജവഹർ പബ്ലിക് സ്കൂളിലെ യൂണിറ്റ് ക്യാമ്പും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റു ദ്രുപദ് ക്യാമ്പിലേക്ക് 5 സ്കൂളുകളിൽ നിന്നായി 77 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷയ്ക്ക് എത്തിയിട്ടുള്ളത്. സോണൽ ലെവലായിട്ടുള്ള പരീക്ഷ സ്റ്റേറ്റ് നേരിട്ട് നടത്തുന്ന പരീക്ഷയാണ്. ആ പരീക്ഷയിൽ പാസ്സാകുന്നവരാണ് അടുത്ത ലെവലിലേക്ക് ഗുരുപദ് ലെവലിലേക്കും അതിൻ്റെ അടുത്ത വർഷം രാജ്യപുരസ്കാർ ലെവലിലേക്കും എത്തുന്നത്. നിലവിൽ 77 കുട്ടികളാണ് ഇവിടെ പരീക്ഷയ്ക്ക് എത്തിയിട്ടുള്ളത്. അവരിൽ നല്ല ശതമാനം വിജയികളാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിലുള്ള പെർഫോമൻസുകളാണ് അവർ കാഴ്ചവെക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ യൂണിറ്റ് ക്യാമ്പ് ഇതിനോടൊപ്പം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. 47 കുട്ടികളാണ് അതിലുള്ളത്. ആ 47 കുട്ടികളിൽ 19 കുട്ടികൾ ഈ വർഷം പുതുതായി സ്കൗട്ടിങ്ങിലേക്ക് വരുന്ന കുട്ടികളാണ്. അവരുടെ ഇൻവെസ്റ്റേഴ്സ് സെറമണി ഏകദാന നിമിഷങ്ങൾക്കകം ഇവിടെ സംഘടിപ്പിക്കും. 2 മണിക്ക് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലാണ് അവരുടെ ഒഫീഷ്യലി സ്കൗട്ടിങ്ങിലേക്ക് വരുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. അത് ഇൻവെസ്റ്റേഴ്സ് സെറമണി എന്നാണ് പറയൽ. അത് ഏകദാന നിമിഷങ്ങൾക്കകം ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ക്യാമ്പിലുള്ളത്. ഈ സ്കൗട്ടിംഗ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സിന് കീഴിൽ ഉള്ള ഒരു സംഘടനയാണ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അസോസിയേഷനുകൾ. അതിൻ്റെ കീഴിൽ ലീഡർഷിപ്പ് സ്കില്ല്, മറ്റു ലൈഫ് സ്കിൽസ്, ഇതിലൊക്കെയുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ദ്രുപദുകാർക്ക് ബാൻഡേജ്, നോട്ടിങ്, ലാഷിങ്, സീമാഫോർ, മോഴ്സ് കോഡ്, പിന്നെ മാർച്ച് പാസ്റ്റ്, ഈ രീതിയിലുള്ള കുറച്ചധികം ടെസ്റ്റുകളും നമ്മളെ പ്രവേശികയിൽ കുറച്ച് നോട്ടിങ്, കുറച്ച് ബാൻഡേജുകൾ, ലാഷിങ്ങുകൾ, അങ്ങനെ ഓരോ ഘട്ടത്തിനനുസരിച്ചായിരിക്കും അവരുടെ സിലബസ് വളരുന്നതും.
അപ്പോൾ ആ രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണ് ഈ 3 ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്നതും പരീക്ഷകൾ നടത്തിയതും. അപ്പോൾ ഇവിടുത്തെ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഹിന്ദുസ്ഥാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ് അസോസിയേഷൻ്റെ എല്ലാവിധ നന്ദിയും അതേപോലെ വിജയാശംസകളും നേരുന്നു. ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ദ്രുപദ് ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏത് കുട്ടിയുടെയും ക്രമാനുഗതമായ പരിശീലനമാണ് കുട്ടികൾക്ക് ഏറ്റവും നിലയിലെത്താൻ സാധിക്കുക. അപ്പം 10 വയസ്സ് ചേരുന്ന കുട്ടി ക്രമാനുഗത പരിശീലനം നേടിക്കൊണ്ട് കോമൾപത്, അതുപോലെ തന്നെ ദ്രുപദ്, പിന്നെ ഗുരുപദ്, അതിനുശേഷം സ്റ്റേറ്റ് അവാർഡ് നൽകുന്ന ഗവർണർ അവാർഡ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പരിശീലനം കുട്ടി പങ്കെടുക്കുകയാണ്. ഇതിലൂടെ കുട്ടി ഒരു ഏറ്റവും താഴ്ന്ന തരത്തിൽ നിന്ന് കുട്ടി വളരെ പതുക്കെ ഉയർന്ന് തനിക്കും തൻ്റെ വീടിനും മാതാപിതാക്കൾക്കും നാടിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ നന്മ ചെയ്യുന്ന നല്ലൊരു പൗരനായി മാറുകയാണ്, വിശ്വപൗരനായി മാറുകയാണ് ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിലൂടെ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ മറ്റ് പരിശീലനങ്ങൾ ജീവിത വിജയത്തിനാവശ്യമായ നൈപുണ്യങ്ങൾ നേടുവാൻ സഹായിക്കുന്നു. 108ഓളം ബാഡ്ജുകളുണ്ട് ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൽ. കുട്ടിയുടെ കഴിവിനനുസരിച്ച് കുട്ടിക്ക് സൈക്ലിസ്റ്റ് മുതൽക്ക് കുക്ക് മുതൽക്ക് ആധുനികമായ കമ്പ്യൂട്ടർ പരിശീലനം വരെ നേടുവാനുള്ള സൗകര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അതുപോലെ ജീവിത വിജയത്തിനാവശ്യമായ പലവിധ നൈപുണ്യങ്ങൾ ഏത് സാഹചര്യത്തിലും കുട്ടി ജീവിക്കുവാനും പഠിക്കുന്നു. ഏത് സാഹചര്യം സാമൂഹ്യമായ കൊടുക്കൽ വാങ്ങൽ കുട്ടിക്ക് സാധിക്കുന്നു. അങ്ങനെ തനിക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും മറ്റുള്ളവരിനെ സ്വീകരിക്കുവാനുമുള്ള ഒരു നല്ല മനസ്സുള്ള ഏറ്റവും നല്ല വിശ്വപൗരനായി മാറുവാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പ്രസ്ഥാനം തന്നെയാണ് ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് അസോസിയേഷൻ. ഇതിൽ 3 വയസ്സ് മുതൽക്കുള്ള കുട്ടികൾക്ക് ഇതിൽ ചേരാൻ സാധിക്കുന്നു. അതുപോലെ 28 വയസ്സ് വരെയും കുട്ടിയായി തന്നെ ഇതിൽ നിൽക്കാൻ സാധിക്കുന്നു. അതിനുശേഷം അധ്യാപകരാകുവാനും തനിക്ക് നേടിയ അറിവുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകി നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കുവാനും സാധിക്കുന്ന ഏറ്റവും നല്ല പ്രസ്ഥാനം തന്നെയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനം എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇവിടെ കോമൾപത്, പ്രവേശിക, അതുപോലെ ദ്രുപദ് പരീക്ഷ നടക്കുകയാണ്. കുട്ടികളെല്ലാം വളരെ മികച്ച നിലവാരം പുലർത്തിയെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുക. അതോടൊപ്പം തന്നെ കുട്ടികളുടെ മറ്റു പ്രായോഗിക പരിശീലനങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ദേശീയ പരിശീലകനായിട്ടുള്ള NOC ചൗഹാൻ സാറ്, അതുപോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ പരിശീലകരും വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ പരിശീലകരും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ മറ്റ് ഭൗതിക സാഹചര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. ഭക്ഷണ കാര്യങ്ങളായാലും മറ്റെല്ലാം തന്നെ വളരെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ച ഏറ്റവും നല്ല ക്യാമ്പുകളിൽ നിന്ന് തന്നെയാണ് ഈ ജവഹർ പബ്ലിക് സ്കൂളിൽ നടന്നതെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പേരെന്താ? എൻ്റെ പേര് ജിഷ്ണു എന്നാണ്. എവിടുന്നായിരുന്നു? ഞാൻ എറണാകുളം. ഓക്കെ. അപ്പം നമ്മളെ ഹിന്ദുസ്ഥാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ക്യാമ്പ് ഇപ്പം നമ്മളെ ജവഹർ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ 3 ദിവസം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ? എക്സ്പീരിയൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്നപ്പോൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. കാരണം കഷ്ടപ്പാടായിരിക്കുന്ന വിചാരിച്ച, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്കൂളിൻ്റെ എൻവയൺമെൻറ്റും സ്കൂള് സിറ്റുവേറ്റ് ചെയ്തേക്കണ ലൊക്കേഷനും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ച്വലി സൂത്തിങ് ആയിട്ട് തോന്നി. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ട്രെയിനേഴ്സിൻ്റെയും ബിഹേവിയർ, നമ്മളോടുള്ള ബിഹേവിയറും ഫ്രണ്ട്ലിനെസ്സും കണ്ടപ്പോൾ ഒക്കെ സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ ഫാദർ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് തന്നു. നമ്മൾ പറയുന്ന എന്ത് കാര്യം ചെയ്തു തന്നു. പിന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ ബോണ്ടാണ് ഇവിടെ നിന്ന് കിട്ടിയത്. പിന്നെ കുറേ കാര്യങ്ങൾ സ്കൗട്ട്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനും പറ്റി, പഠിപ്പിക്കാനും പറ്റി. അങ്ങനെ. അപ്പം നമ്മളെ ചൗഹാൻ സർ എങ്ങനെ സഹായിച്ചെന്ന് പറയാൻ പറ്റുമോ? ചൗഹാൻ സർ ആക്ച്വലി എല്ലാ കാര്യങ്ങളിലും ഡീൽ ചെയ്ത് അത് വേണ്ട രീതിയിൽ നടത്തുന്ന ഒരാളാണ്. പറയുകയാണെങ്കിൽ എനിക്കും അതെ മോട്ടിവേഷൻ തന്നു. ഇച്ചിരി കൂടെ ലൈഫ് എങ്ങനെ ബെറ്റർ ആക്കാം, സിമ്പിൾ കാര്യങ്ങളിലൂടെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് പുള്ളി പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഈ ക്യാമ്പ് എങ്ങനെയാണ് ജിഷ്ണു ചേട്ടനെ ലൈഫ് ചേഞ്ച് ആക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ ബോണ്ട്, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് ആൾക്കാരുടെ നിന്ന് നമുക്ക് നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റി. കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനും പറ്റി. അതുകൊണ്ട് മറ്റുള്ളവൻ നമ്മൾ കാണിച്ചു കൊടുത്ത കണ്ട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷവും വേറെ കാര്യങ്ങളൊക്കെ ഈ എൻവയൺമെൻ്റ് ഒക്കെ കാണുമ്പോൾ ഒക്കെ ഉള്ളൊരു ഇത് ബെറ്റർ ആക്കി ലൈഫ് ആക്ച്വലി. ഹായ്, എൻ്റെ പേര് കാർത്തിക്. ഞാൻ നമ്മുടെ ജവഹർ പബ്ലിക് സ്കൂളിലെ 12th പഠിക്കുന്നത്. ഇത്തവണ ഞാൻ ഇവിടെ ഈ ക്യാമ്പിന് ഞാൻ പങ്കെടുക്കുന്നത് ഒരു സർവീസ് റോവറായിട്ടാണ്. ഈ ദ്രുപദ് ക്യാമ്പ് 2025 ദ്രുപദ് ക്യാമ്പാണ് നമ്മളിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ക്യാമ്പാണ്. കിടിലൻ ഫുഡാണ്, കിടിലൻ ടീച്ചേഴ്സാണ്. എല്ലാവരും സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ചേരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റും,